എൻ്റെ കൂടെ വലിയ സോഷ്യൽ മീഡിയ ടീമുകളില്ല, അങ്ങനെ മറ്റേതെങ്കിലും ഏജൻസികൾ ഞങ്ങളുടെ ആരുടെയും കൂടെ ഇല്ല, എൻ്റെ കൂടെയും ഇല്ല. നിങ്ങൾ നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ ആരുടെ കൂടെയും ഉണ്ടാവില്ല. ഇവിടെ നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ അവരുടെ മൊബൈൽ ഫോണിൽ ഇതൊക്കെ പിടിച്ചല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഏജൻസിയും ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ട് പണിയെടുക്കാൻ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് LDFന്റെ ചേർത്തല മണ്ഡലം സ്ഥാനാർത്ഥി പി പ്രസാദ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വേറൊരു കൗതുകകരമായ കാര്യം കൊണ്ട് രാവിലെ തന്നെ അദ്ദേഹം ഒരു ഭാഗ്യക്കുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മറ്റൊരു ഭാഗ്യ പരീക്ഷണത്തിന് കൂടിയാണ് ഇറങ്ങുന്നത്, എങ്ങനെയാണ് തോന്നുന്നത്? ഈ പരീക്ഷണത്തിൽ വിജയിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പും വിശ്വാസവുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനായാസേന ചേർത്തലയിലും വിജയിക്കാൻ കഴിയും, കേരളത്തിൻ്റെ മണ്ണിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയും വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ വീടുകളിലും കയറി ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്, അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ജയിക്കും. ഭാഗ്യത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? ഭാഗ്യം എന്നുള്ളതല്ല, നമ്മുടെ നാട്ടിലെ എത്രയോ സാധാരണ മനുഷ്യരാണ് ഈ ഭാഗ്യക്കുറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്നത്. ഞാൻ നേരത്തെ അങ്ങനെ ഭാഗ്യക്കുറി എടുക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ എന്നാൽ കൺമുമ്പിൽ കാണുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ, അവരിൽ പലരും പലവിധങ്ങളായ രോഗങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ അവർക്കൊരു 100-200 രൂപ നിങ്ങൾ വെറുതെ കൊടുത്തു നോക്കൂ, അവരാരും വാങ്ങിക്കില്ല. അവർ അങ്ങനെ വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ടിക്കറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്നവരായി നിൽക്കുന്നതല്ല. ഏറെ പ്രായമുള്ള ആളുകളുണ്ട്, വളരെ വലിയ മറ്റ് ശാരീരിക അവശതകൾ നേരിടുന്നവരുണ്ട്, രോഗങ്ങളാൽ ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ ഒരു സഹായിക്കുന്നു എന്ന് നമ്മൾ അതിനെ കണ്ടാൽ മതിയാവും. അല്ല അതിനകത്തുനിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു കോടിയിൽ പ്രതീക്ഷിച്ചിട്ട് അല്ല. ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഒരു 2-3 ലോട്ടറിയെങ്കിലും മിനിമം കൺമുമ്പിൽ ഒരാളിനെ കണ്ടാൽ ചിലപ്പോൾ ഞാനൊരു ലോട്ടറി എടുക്കും. അത് അവർക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയായി കാണുക എന്നുള്ളത് മാത്രമാണ് എന്നെ അതിനകത്ത് നയിക്കുന്ന ഒരേ ഒരു കാര്യം. അല്ല അതിനകത്തുനിന്ന് കിട്ടുന്ന ഇത് വലിയൊരു 1 കോടി എനിക്ക് തന്നെ കിട്ടണേ എന്നൊരു ആഗ്രഹവും ഞാൻ വെച്ച് പുലർത്തിയിട്ടില്ല. അത് കിട്ടിയാലും ഇതേപോലുള്ള ആർക്കെങ്കിലും കൊടുക്കുന്നതല്ലാതെ 1 രൂപ പോലും ഞാൻ എടുക്കുകയുമില്ല. ഓക്കെ, ഇനിയിപ്പം ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് പ്രചരണ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പ്ലാൻ? പ്രചരണം ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ കാണുന്നത് പോലെ ഒരു പോസ്റ്റർ അച്ചടിക്കണം, അത് ഒട്ടിക്കണം, പിന്നെ കുറച്ച് ചുവരെഴുത്തുകൾ ഉണ്ടാവും. വലിയ സാമ്പത്തികമായ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ പര്യാപ്തമാവുന്ന ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. താങ്കൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, എൻ്റെ കൂടെ വലിയ സോഷ്യൽ മീഡിയ ടീമുകളില്ല, അങ്ങനെ മറ്റേതെങ്കിലും ഏജൻസികൾ ഞങ്ങളുടെ ആരുടെയും കൂടെ ഇല്ല, എൻ്റെ കൂടെയും ഇല്ല. നിങ്ങൾ നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ ആരുടെ കൂടെയും ഉണ്ടാവില്ല. ഇവിടെ നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ അവരുടെ മൊബൈൽ ഫോണിൽ ഇതൊക്കെ പിടിച്ചല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഏജൻസിയും ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ട് പണിയെടുക്കാൻ ഇല്ല. എന്നാൽ നിങ്ങൾ മറ്റു പലരെയും നോക്കുക, പണത്തിൻ്റെ കുത്തൊഴുക്കായിരിക്കും ഈ കാര്യത്തിലുണ്ടാവുക. അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കളുടെ ആത്മവിശ്വാസവും അവരുടെ അർപ്പണബോധവും അവരുടെ പ്രയത്നവും മാത്രം മതിയാവും. അതിനെ മറികടക്കാൻ ഈ ഏജൻസികൾക്കൊന്നും ആവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ചേർത്തല മണ്ഡലത്തിൽ നിന്ന് UDFന് വലിയ രീതിയിലുള്ള വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ചേർത്തല മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് UDFന് ലഭിച്ചിട്ടില്ല. ഒരു ചെറിയ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു, ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടായിരുന്നു, അത് ചെറുത് മാത്രമായിരുന്നു. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഥയാകെ മാറി. ആ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടുകൂടി ഈ നാട്ടിൽ ജനതയും കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മുന്നേറ്റം LDFന് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച വീണ്ടും ഉണ്ടാവും. ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു പ്രചണ്ഡമായ പ്രചരണം ഉണ്ടായിരുന്നു LDFനെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്. അതൊക്കെ പക്ഷേ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുക, അതിനെല്ലാം മറികടക്കാൻ ഞങ്ങൾക്കായിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയും അവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ഇനി UDFനും BJPക്കും അവർ ചേർന്ന് നടത്തുന്ന പരിപാടികൾക്കും നടപ്പിലാവുകയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട്, ആ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. ഞങ്ങളെല്ലാം ഈ നാടിന് വേണ്ടിയല്ലേ ചെയ്തത്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം അവരുടെ എല്ലാം മുമ്പിലുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും വിരൽ ചൂണ്ടാൻ കഴിയാത്ത തരത്തിൽ അത്തരം പ്രവർത്തനങ്ങളിലാണ് ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന LDFൻ്റെ നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പിഴവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പോരായ്മകളോ കണ്ടാൽ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ഇടപെടുകയും ചെയ്ത് തിരുത്തിയാണ് എല്ലായിടങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഒരാൾക്ക് പോലും വിരൽ ചൂണ്ടാൻ കഴിയാത്ത തരത്തിലാണ്
LDFിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം നിൽക്കുന്നത്, വിശേഷം ജനപ്രതിനിധികളെല്ലാം നിൽക്കുന്നത്. ബാക്കിയുള്ളവരിൽ അവർ അനുഭവങ്ങൾ കൊണ്ടുകൂടി LDFിനെ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.